അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സമൂഹത്തിനിടയിൽ ജീവിച്ചിരുന്ന സച്ചരിതരായ ആളുകളോടുള്ള സ്നേഹവും അവരോടുള്ള താല്പര്യവും ബഹുമാനവും ആളുകൾ നിലനിർത്തുക എന്നത് സ്വാഭാവികമാണ്. അവർ മരിച്ചു കഴിയുമ്പോഴും അത്തരത്തിലുള്ള സ്നേഹ ബഹുമാനങ്ങൾ നിലനിർത്തുകയും അവരുടെ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ഒരു ആരാധനാ സ്വഭാവത്തിലേക്കായി പോകുന്നത് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം അള്ളാഹു ഉന്നയിക്കുന്നതായി ഖുർആനിലുണ്ട്. നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും കണ്ടിട്ടില്ലേ എന്നൊക്കെയാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടുണ്ടായ വിശ്വാസ വ്യതിചലനങ്ങളെ കണ്ടിരുന്നില്ലേ എന്നാണ് ആ ചോദ്യത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം. ആരായിരുന്നു ലാത്ത? അദ്ദേഹം ഹജ്ജിന് വരുന്ന ഹജ്ജാജിമാർക്ക് ഗോതമ്പ് മാവും ബാർലിയും ഈത്തപ്പഴവും ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളും സമൂഹത്തെ നൽകുകയും അതോടൊപ്പം തന്നെ ശുദ്ധജലം കുടിക്കാൻ വെള്ളം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. ഏറെ ആദരണീയനായിരുന്നു ആ മനുഷ്യൻ. ആ ആദരണീയനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹാതിരേകത്താൽ അദ്ദേഹത്തിൻ്റെ കബറിടങ്ങളിൽ ചെന്നിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് വരുന്ന തലമുറ കബറിൻ്റെ അടുക്കൽ പോയി ഇരിക്കുക മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തോട് ആരാധനാ മനോഭാവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിനെയും അദ്ദേഹത്തെയും ഒരുപോലെ തന്നെ ഇലാഹായി കണ്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ആരാധനാ സ്വഭാവമായി മാറി. ഇതിനെയാണ് അള്ളാഹു ഷിർക്ക് എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന് ഒരിക്കലും അള്ളാഹു പൊറുക്കുകയില്ലാത്തൊരു കാര്യമാണ് ഈ നടപടി. നമ്മുടെ സമൂഹത്തിലും ഇതേ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വിശ്വാസപരമായി വ്യതിചലിച്ചു പോയ ഒരുപാട് ആളുകൾ താങ്കളുടെ ഭൗതികമായ, ആത്മീയമായതല്ല, പാരത്രികമായതല്ല, ഭൗതികമായ കാര്യ ലാഭത്തിന് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ മുക്തി കിട്ടുമെന്ന പ്രതീക്ഷയിലുമൊക്കെ യാത്ര ചെയ്ത് ഖബറിടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന, എന്തിനേറെ സുജൂദ് ചെയ്യുന്ന സാഹചര്യം വരെയും നമ്മുടെയൊക്കെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. അത് അപകടകരമായ വിശ്വാസ വ്യതിചലനമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഒരു മുസ്ലിമിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. വിശ്വാസി വളരെ വിശുദ്ധിയോടുകൂടി തൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുകയും അതിനനുസൃതമായ പ്രാർത്ഥനകളിലും ആരാധനകളിലും വ്യാപൃതമാവുകയും ചെയ്യേണ്ടത് അനിവാര്യവുമാണ്. റബ്ബ് സുബ്ഹാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ഒരിക്കലും വിശ്വാസപരമായി വ്യതിചലിച്ചു പോകാത്ത, ശിർക്കിയൻ വിശ്വാസ ആചാരങ്ങളിലേക്ക് എത്തിപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോകാത്ത അവസ്ഥയിൽ റബ്ബ് സുബ്ഹാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.